നമ്മളിപ്പോൾ ഡിപ്രിസിയേഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് 5 ഐറ്റം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പർച്ചേസ് ഡേറ്റ് ഉണ്ട്, അതിൻ്റെ എമൗണ്ട് ഉണ്ട്, യൂസ്ഫുൾ ലൈഫ് മീൻസ് 5 വർഷമാണ് ഇതിൻ്റെത്. അപ്പോൾ 22, 23, 24 നമുക്ക് 365 ദിവസം ഇടാം. പക്ഷേ 21, 26 കുറേ ഡേയ്സൊക്കെ കുറച്ച് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2021 എൻഡ് ഡേറ്റ് ഇവിടെ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് മൈനസ് പർച്ചേസ് ഡേറ്റ്. അപ്പോൾ 334. നമുക്ക് ഇനി അതൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും വരും. അതേപോലെ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എമൗണ്ട് ഹരിക്കണം യൂസ്ഫുൾ ഡേയ്സ് ഇൻറ്റു വർക്ക് നമ്മളെത്ര യൂസ് ചെയ്താൽ. ഇനിയിപ്പോൾ ഇതും കൂടി സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോർമാറ്റ് ഇതേ ഫോർമാറ്റ് നമുക്ക് ഇപ്പുറത്തൊക്കെ ഇടാം. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാ വർഷത്തേക്കും നമുക്ക് ഈ വാല്യൂസ് മാത്രം കോപ്പി ചെയ്തിട്ട് കൊടുക്കാം. കോപ്പി പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതൊന്നും വരില്ല, ഫോർമുലാസ് ഒന്നും. സോ അതേപോലെ ഇതന്നെ ഇപ്പുറത്തേക്കും കോപ്പി ഇട്ട് കൊടുക്കാം. ഇത് മിസ്റ്റേക്ക് പറ്റിയതായി. കോപ്പി പേസ്റ്റ്. ഓക്കെ, 3, 4. നമുക്കിനി ഇവിടെ ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഡേയ്സ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് മൈനസ് 365 മൈനസ് 365 മൈനസ് 365 മൈനസ് 335 നമ്മൾ എടുത്ത ഡേയ്സൊക്കെ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അതേ ഫോർമാറ്റ് നമുക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ അത് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ വാങ്ങിച്ച പൈസ ഡിവൈഡഡ് ബൈ എത്ര വർഷത്തേക്കാണ്, 5 കൊല്ലത്തേക്കുള്ളതാണ്, ഇൻറ്റു ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എമൗണ്ട് കറക്റ്റാണോ. ഇത് വാങ്ങിച്ച പൈസ ഇതാം കൂടി പ്ലസ് ചെയ്ത് കൊടുത്താൽ അതായത് ഈ എമൗണ്ട് 1955 ഈ എമൗണ്ട്. ബാക്കിയെല്ലാം അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്നാലേ വരും.